ഹലോ, ഗുഡ് ഈവനിങ്. AZB അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ആദ്യമേ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ത്രൂ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ. അപ്പോൾ ഏതൊക്കെ സ്കാൻ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുന്നേ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഏതൊക്കെ ഡേറ്റ്സ് ആണ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ടതെന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. നോട്ടിഫിക്കേഷൻ നമുക്ക് പബ്ലിഷ് ആയിട്ടുള്ളത് ജാനുവരി 22-നാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി 23-ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലോസ് ചെയ്യുന്നത് ഫെബ്രുവരി 22-ന് ക്ലോസ് ചെയ്യുന്നതാണ്. രാത്രി 11:59 വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഫീ പേയ്മെന്റ് ഓൺലൈൻ ത്രൂ ആണ്. അത് 24/2, അതായത് ഫെബ്രുവരി 24 വരെ നമുക്ക് ഫീ പേയ്മെന്റ് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്കിപ്പോൾ ഏതൊരു പരീക്ഷ ആയിരുന്നാലും, ഇപ്പം നമ്മുടെ SSC പരീക്ഷ ആയിരുന്നാലും RRB പരീക്ഷ ആയിരുന്നാലും നമുക്ക് ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ട്, ഫോട്ടോഗ്രാഫിലോ സിഗ്നേച്ചറിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു വിൻഡോ ഓപ്പൺ ചെയ്യാറുണ്ട്. അത് ഫെബ്രുവരി 25 തൊട്ട് മാർച്ച് 6 വരെയാണത് ഓപ്പൺ ചെയ്യുന്നത്. അതിനകത്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ടും അതുപോലെ ചൂസൻ റെയിൽവേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്ഷൻ വിൻഡോ ഡേറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ്, ക്വാളിഫിക്കേഷൻ ആണ് അല്ലേ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 10th സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ITI സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും അല്ലെങ്കിൽ നാക് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ NCVT SCVT ഗ്രാൻഡ് ചെയ്തിട്ടുള്ള നാക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നമുക്ക് സാധാരണ 18 തൊട്ട് 33 വയസ്സ് വരെയാണ് ഈ ഒരു അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വലിയൊരു ചാൻസ് ആണ്. 36 വയസ്സ് വരെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു വർഷം കൂടെ കാണുള്ളൂ. അതുകൊണ്ട് മാക്സിമം കൊടുത്ത് നമ്മുടെ ഈ പോസ്റ്റിലേക്ക് കയറാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കയറിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേക്കൻസി ഏകദേശം 32,438 വേക്കൻസീസ് ആണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം ഒരു 1,00,000-ൽ പരം വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് 32,000-ൽ പരം വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇനിയും അപ്ഡേറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ബേസിക് ഡീറ്റെയിൽസിൽ പോകാം. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നേരത്തെ RRB NTPC അതുപോലെ JEE ടെക്നീഷ്യൻ ഈ ഒരു ALP ഈ ഒരു എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ് ഓൾറെഡി നിങ്ങൾ നേരത്തെ തന്നെ ഫിൽ ചെയ്ത് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കാണും. ആ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് അപ്ലൈയിൽ കൊടുത്ത് നിങ്ങൾക്ക് നമ്മുടെ ഹോം പേജിലേക്ക് പോകാവുന്നതാണ്. അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ബേസിക് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസിനകത്ത് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഒരു വാലിഡ് ഇമെയിൽ ID-യും അതുപോലെ ഫോൺ നമ്പറും ആണ്. ഇത് രണ്ടും വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അതൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോവാത്ത രീതിയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID-യും ഫോൺ നമ്പറും കൊടുക്കുക. കൂടാതെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ നേരത്തെ ചെയ്തിട്ടുള്ളവർ, നേരത്തെ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കൂടിയും ഹോം പേജിൽ പോകുന്ന സമയത്ത് ആധാർ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. ആധാർ കാർഡ് വെരിഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഹോം പേജിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ ആധാർ കാർഡ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം, അത് വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അതുകൂടാതെ പിന്നെ നമുക്ക് ഹോം പേജിലേക്ക്, അപ്പം ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വരും. അത് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ആധാർ വെരിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഓൺലൈൻ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് നമുക്കൊരു റീസെന്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. കളർ ഫോട്ടോഗ്രാഫാണ് വേണ്ടത്. അപ്പോൾ അതിനും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ക്യാപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹെഡ് കവർ ചെയ്തിട്ടോ സ്പെക്സ് യൂസ് ചെയ്തിട്ടോ ഒന്നും നമ്മൾ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൂടാതെ
വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. കൂടാതെ വൈറ്റ് റിലേറ്റ് ചെയ്യുന്ന ഒരു കളർ ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നത്. അതായത് ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് മാത്രമേ നമ്മൾ ഇട്ട് ഫോട്ടോ എടുക്കാവുള്ളൂ. അത് വ്യക്തമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ റീസൈസ് ചെയ്ത് വെക്കേണ്ടത് ഒരു JPG ഫോർമാറ്റിൽ വേണം നമ്മൾ അത് റീസൈസ് ചെയ്യാൻ. അപ്പോൾ റീസൈസ് ഫയൽ സൈസ് എന്ന് പറയുന്നത് 50 to 100 KB ഫയൽ സൈസ് സെറ്റ് ചെയ്ത് വേണം നിങ്ങളത് സ്കാൻ ചെയ്ത് വെക്കാൻ. കൂടാതെ സിഗ്നേച്ചർ ഉണ്ട്. സിഗ്നേച്ചർ ബ്ലാക്ക് പെന്നിലാണ് നിങ്ങൾ ഇടേണ്ടത്. അതൊരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് 30 to 50 KB സൈസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. അത് വേണം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 2 കാര്യങ്ങളും വളരെ വ്യക്തമായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് SC/ST സർട്ടിഫിക്കറ്റ് നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിസർവേഷൻ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SC/ST സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ്, EBC സർട്ടിഫിക്കറ്റ്, OBC NCL സർട്ടിഫിക്കറ്റ്, ഇതിൽ നമുക്ക് SC/ST സർട്ടിഫിക്കറ്റ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ SCS സർട്ടിഫിക്കറ്റ് എന്തിനാന്ന് വെച്ചാൽ ട്രാവൽ അലവൻസ് വേണമെന്നുള്ളവർക്ക് നിങ്ങൾ SCS സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഓൺലൈൻ അതിനകത്ത് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടാബ് ഉണ്ടായിരിക്കും, അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ SCS സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലാത്തവർ SCS സർട്ടിഫിക്കറ്റ് എടുത്തേക്കുക. അതുകൂടാതെ അതിൽ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത അതോറിറ്റി, അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇനി കൂടാതെ ബാക്കിയുള്ള റിസർവേഷനിൽ EWS ആയാലും OBC NCL ആയിരുന്നാലും നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതിനകത്ത് സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് ഡേറ്റും ഇഷ്യൂയിങ് അതോറിറ്റിയും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾ റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു വെച്ചേക്കാം. ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തഹസിൽദാറിന് മേലോട്ടുള്ള റാങ്ക് വരുന്ന ഓഫീസേഴ്സിനെ കൊണ്ട് വേണം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ. ഇപ്പോൾ സ്റ്റേറ്റ് റിലേറ്റഡ് എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസർ വരെ വരുന്നവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അറ്റസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ സെൻട്രൽ എക്സാംസിന്റെ കാര്യം വരുമ്പോൾ അത് തഹസിൽദാർ റാങ്കിനോട്ട് മേളിലോട്ടുള്ളവർക്കാണ് അറ്റസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാം. ഇനി SCS സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ EBC സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. SCS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അപ് ടു 500 KB ആണ് ഇവിടെ ഫയൽ സൈസ് വരിക. പിന്നെ നമുക്ക് വരുന്നതാണ് EBC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. EBC എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്. അതായത് 50,000 വാർഷിക വരുമാനം 50,000 താഴെ ഉള്ളവർക്കാണ് EBC സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതിന് കുറച്ച് നിബന്ധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EBC സർട്ടിഫിക്കറ്റ് മേടിക്കണം. അത് നമുക്ക് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ബാക്കി OBC NCL ആയിരുന്നാലും EWS ആയിരുന്നാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നാൽ മതി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് ഡേറ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടും കയ്യിലുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് PWBD കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോഗ്രാഫ്. അതായത് നമ്മുടെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന്റെ ഫോട്ടോഗ്രാഫ് ആവശ്യമായിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫുൾ സൈസ് ഫോട്ടോ ഒന്നും വേണ്ട. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഫോട്ടോ പറഞ്ഞിരുന്നത് അതേ രീതിക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും. കൂടാതെ സ്ക്രൈബ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ സ്ക്രൈബ് ഡീറ്റെയിൽസ് നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഫോട്ടോഗ്രാഫാണ് നമ്മൾ മെയിൻലി കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഫയൽ സൈസ് തന്നെയാണ് സ്ക്രൈബ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓൺലൈൻ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കയ്യിൽ വച്ചിരിക്കേണ്ടതും ഓൺലൈൻ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം എവിടെ കിട്ടും എന്നുള്ള ഡൗട്ട് കാണില്ലേ? നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇല്ലേ, എല്ലാവരും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഫോമാറ്റ് അതിനകത്ത് കാണും. ഇപ്പോൾ SCS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഫോമാറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ഫോമാറ്റ് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. എന്തൊക്കെയാണ് നമുക്ക് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് അതിന് വേണ്ടത്, കിട്ടാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് അതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് തഹസിൽദാറിനെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കാം. ഇനി OBC NCL സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ടാകും. അതുകൂടാതെ EWS സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിനകത്ത് തന്നെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന് എന്തൊക്കെയാണോ നമുക്ക് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് വേണ്ടത് ആ ഡോക്യുമെന്റ്സ് കൊടുത്ത് അറ്റസ്റ്റ് ചെയ്ത് മേടിക്കുക. കണ്ടോ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് കണ്ടോ? അതൊക്കെയാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് EBC സർട്ടിഫിക്കറ്റും ഉണ്ട്. EBCയും നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് കാണുന്നതായിരിക്കും. അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അറ്റസ്റ്റ് ചെയ്ത് മേടിച്ചാൽ മതിയാകും കേട്ടോ. ഓക്കെ. ഇനി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതുപോലെ തന്നെയാണ്, അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതിപ്പോൾ
40% ഡിസബിലിറ്റിയും അതുപോലെ കംപ്ലീറ്റ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും ഇതിനകത്ത് ഈ പറയുന്ന ഫോർമാറ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം തന്നെ ചെയ്യാം. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു, ബൈ.